ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? എങ്കിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. പക്ഷെ ഞാൻ അത്ര ഹാപ്പി അല്ല കേട്ടോ. എന്താണെന്ന് അറിയാമോ? ഇന്ന് സ്കൂളിൽ വെച്ച് എല്ലാവർക്കും ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടി. സാറക്ക് ദിയ, റോഹിന് ജാൻവി. പക്ഷെ എനിക്ക് മാത്രം ആരെയും കിട്ടിയില്ല. എനിക്ക് നല്ല സങ്കടമായി. പക്ഷെ ടീച്ചർ പറഞ്ഞു ക്രിസ്മസ് ഫ്രണ്ടിനെ കിട്ടാത്തവർക്ക് ഫ്രണ്ടായിട്ട് സാന്റ വരുമെന്ന്. സാന്റ ശരിക്കും വരുമായിരിക്കോ? എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ കളിയാക്കി. അവര് പറയാ സാന്റ ഒന്നും വരില്ല, അതൊക്കെ വെറും മിത്താണെന്ന്. പക്ഷെ എനിക്കറിയാം, മനസ്സ് നിറഞ്ഞ് ആഗ്രഹിച്ച് നമ്മളെ വിളിച്ച സാന്റ വരും. പക്ഷെ ഒരാൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എനിക്കുറപ്പാ സാന്റ വരും. ഞാൻ എന്തായാലും സാന്റയെ വിളിക്കാൻ പോവാ. നിങ്ങളോ എന്റെ കൂടെ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചെന്ന് വിളിച്ചു നോക്കിയേ. ചിലപ്പോ നിങ്ങൾക്കും കാണാൻ പറ്റും. ഓ സാന്റ, നീ എവിടെയാ? എനിക്ക് സാന്റയെ കാണണം. ഒരു തവണ, ഒരൊറ്റ തവണ പ്ലീസ് ഒന്ന് വരുമോ സാന്റ? കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഞാൻ വിളിക്കുന്നത്. എനിക്ക് സമ്മാനം ഒന്നും വേണ്ട, ഒന്ന് കണ്ടാ മതി. പ്ലീസ് സാന്റ, ഒന്ന് വരുമോ പ്ലീസ്? Hi, my little angel. Hi, Santa. ടീച്ചർ പറഞ്ഞ സത്യാണല്ലേ? സാന്റ ശരിക്കും വരുമല്ലേ? അത് പിന്നെ മോൾ ആഗ്രഹിച്ചു വിളിച്ചാൽ ഞാൻ എങ്ങനെയാ വരാതിരിക്കുക? അപ്പൊ സാന്റയാണോ എന്റെ ക്രിസ്മസ് ഫ്രണ്ട്? ഞാനല്ല, നിന്റെ ഫ്രണ്ട് പിറകെ വരുന്നുണ്ട്. ഹേ, അതാരാ? അതൊക്കെ വരുമ്പോ കണ്ടാ മതി. അതൊക്കെ ഇരിക്കട്ടെ, ഫ്രണ്ട് വരുമ്പോ നീ എന്താ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഗിഫ്റ്റ് ഞാൻ എന്താ കൊടുക്കാ? എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? അവള് വരുമ്പോ നീ അകത്തേക്ക് പോയി ആദ്യം കൈ കിട്ടുന്നത് എന്തോ അത് കൊടുക്കണം. പിന്നെ ക്രിസ്മസിന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ അവള് നിന്റെ നല്ല ഫ്രണ്ടായിരിക്കും. സാന്റ പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം. ഹാ, മിടുക്കി. എന്നാ എനിക്ക് സമയായി. സാന്റ പോട്ടെ. പോവാണോ? അപ്പൊ ഇനി വരില്ലേ? പിന്നെ വരില്ലേ? നീ എപ്പോ വിളിച്ചാലും സാന്റ വരും. താങ്ക് യു സാന്റ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. എന്നാലും ആരായിരിക്കും സാന്റ പറഞ്ഞ എന്റെ ക്രിസ്മസ് ഫ്രണ്ട്? ഇവിടെ ആരുമില്ലേ? ആരാ? കേറി വാ. എന്താ വേണ്ടത്? ഇവിടെ പഴയ സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? പഴയ സാധനങ്ങൾ എന്ന് വെച്ചാ പഴയ പേപ്പർ, കുപ്പി, പ്ലാസ്റ്റിക്, അങ്ങനെ എന്തെങ്കിലും? നീയാണോ എന്റെ ക്രിസ്മസ് ഫ്രണ്ട് സാന്റ പറഞ്ഞു വിട്ട? സാന്റയോ? അതാരാ? സാന്റാ ക്ലോസ്. ആ, എനിക്കറിയില്ല. സാന്റ പറഞ്ഞിരുന്നു നീ വരുമെന്ന്. എന്താ നിന്റെ പേര്? അമ്മു. നല്ല പേരാട്ടോ. നീ എത്രയിലാ പഠിക്കുന്നത്? ഞാൻ പഠിക്കുന്നൊന്നുമില്ല. അതെന്താ? എന്റെ അച്ഛൻ മരിക്കണത് വരെ ഞാൻ സ്കൂളിൽ പോയിരുന്നു. പിന്നെ പോവാൻ പറ്റിയിട്ടില്ല. എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ കയ്യില് എന്നെ പഠിപ്പിക്കാനുള്ള പൈസ ഇല്ല. പഴയ സാധനങ്ങൾ പെറുക്കി വിറ്റിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അയ്യോ, ആണോ? അത് സങ്കടായല്ലോ. സാന്റ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു.
അകത്തോട്ട് കേറുമ്പോ ആദ്യം കയ്യിൽ കിട്ടുന്ന സാധനം നിനക്ക് തരണോന്ന്. ഞാൻ ഇപ്പൊ വരാവേ. ഇതെന്നെ കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങളാണല്ലോ. ഇത് പഴയതല്ലേ? ഇത് എങ്ങനെയാ ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്ക? എന്തായാലും സാന്റ പറഞ്ഞതല്ലേ, കൊടുക്കാം. ഇത് കൊറേ പുസ്തകങ്ങളാ, ഇതൊക്കെ നീ എടുത്തോ. ഹായ്, ഇത് വിറ്റാൽ എനിക്ക് 10 രൂപ കിട്ടും. പുസ്തകം വിക്കേ? നിനക്ക് ഇത് വെച്ച് പഠിച്ചൂടെ? പഠിച്ചു വലിയ ആളായ പിന്നെ നിനക്കും നിന്റെ അമ്മക്കും സന്തോഷായിട്ട് ജീവിച്ചൂടെ? എല്ലാ വർഷവും പുസ്തകങ്ങൾ മേടിക്കാൻ എന്റെ അമ്മയുടെ കയ്യിൽ പൈസയൊന്നുമില്ല. എല്ലാ വർഷവും നിനക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ ഞാൻ തന്നാ നീ പഠിക്കൂ? പുസ്തകങ്ങൾ കിട്ടിയാ ഞാൻ പഠിക്കും. അപ്പൊ നീ വിഷമിക്കണ്ട, എനിക്ക് എല്ലാ വർഷവും വേണ്ട പുസ്തകങ്ങൾ ഞാൻ തരാം. പകരം ഞാൻ നിനക്ക് എന്താ തരാ? എന്റെ കയ്യിൽ അതിനൊന്നുമില്ലല്ലോ. ഒന്നും വേണ്ട, സാന്റ പറഞ്ഞതുപോലെ ഇന്ന് നീ എന്റെ ഫ്രണ്ടായിട്ട് ഇരിക്കാമോ? എനിക്കത് മാത്രം മതി. ഞാൻ നിന്റെ ഫ്രണ്ടായ നിനക്കെന്താ പ്രയോജനം? പ്രയോജനം കിട്ടാനാണോ ഒരാളെ ഫ്രണ്ടാവുന്നത്? നീ എന്നും നിന്റെ നല്ല ഫ്രണ്ടായിട്ട് ഇരുന്നാ മതി, വേറൊന്നും ചെയ്യണ്ട. ഒന്നുമില്ലാത്ത എന്നെ നീ എന്തിനാ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നത്? അതോ, എനിക്ക് സാന്റ തന്ന ഗിഫ്റ്റാണ് നീ. ജീവിതകാലം മുഴുവൻ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന സാന്റ പറഞ്ഞത്. നീ പറയണ സാന്റയെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ മുമ്പിൽ ഇപ്പൊ നീയാണ് സാന്റ. നീ പറഞ്ഞതുപോലെ ഞാൻ എന്നും നിന്റെ നല്ല ഫ്രണ്ട് ആയിരിക്കും. താങ്ക് യു.